ജീവിതം നമുക്ക് നിമിഷങ്ങൾ താനേ തരുന്നു. ചെറിയ പതിവ് നിമിഷങ്ങൾ. അവ മുൻപോട്ട് പോയി മാഞ്ഞു പോകുന്നു. ജീവിതത്തിലെ ചില വഴിത്തിരിവുകൾ നിശബ്ദമായും അപ്രതീക്ഷിതമായും നമ്മുടെ മുൻപിലെത്തുമ്പോൾ അത് നമ്മുടെ പ്രവർത്തനങ്ങളെയും ഭാവി സമീപനത്തെയും സ്വാധീനിക്കുവാൻ ശക്തിയുള്ളതാകുന്നു. എന്തായാലും നിങ്ങളെ കാണാൻ സാധിച്ചു, വളരെ സന്തോഷം. കുഞ്ഞിലെ ഇവിടെ നിന്നും പോയതല്ലേ? മോൾ എവിടെയാ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടെന്ന് പറഞ്ഞത്? അങ്കിൾ പലയിടത്തും ട്രൈ ചെയ്യുന്നുണ്ട്. നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. തരകൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലാണത്. ഓ യെസ്, നമ്മുടെ ഏബ്രാം തരകന്റെ. അവിടെ ജോലി കിട്ടിയാൽ നല്ലതാ. കാരണം ഇവിടെ തന്നെ നിന്ന് ജോലിക്ക് പോകാമല്ലോ. പിന്നെ സിറ്റിയിലോട്ടൊന്നും പോകണ്ടായല്ലോ. അങ്കിൾ അറിയോ? പിന്നെ ഏബ്രാം തരകനെ എല്ലാവർക്കും അറിയത്തില്ല. അതൊരു ബിസിനസ് മാഗ്നറ്റ് ആയിരുന്നു. അതൊരു ഫാമിലി ഓൺഡ് ബിസിനസ്സും ആണല്ലോ. ഏബ്രാമും ഞാനും ഒക്കെ കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാ. പുള്ളി ഒരു പ്രത്യേക ടൈപ്പായിരുന്നു. എത്ര ആൾക്കാരെ അദ്ദേഹം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? പിന്നെ മോറൽ സൈഡും അത്ര നല്ലതല്ലായിരുന്നു പുള്ളിയുടെ. ഞാൻ അത്ര ക്ലോസ് ഒന്നുമല്ല. എന്നാലും മോൾക്ക് വേണ്ടി വേണമെങ്കിൽ ഞാനൊരു റെക്കമെൻഡേഷൻ ചോദിക്കാം. പോട്ടെ, നാളെ ഒന്ന് പോയി നോക്കട്ടെ അങ്കിൾ, എന്നിട്ട് പറയാം. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എന്നാ പിന്നെ കാണാം. അപ്പൊ ഇനി എന്താ പരിപാടി? സാധനം ഇരിപ്പുണ്ടോ? ഉണ്ടല്ലോ. എങ്കിൽ പോരട്ടെ. മഴയാണല്ലോ. ചോരുന്ന വിന്റേജ് വീടും നല്ല ഈവനിങ്ങും കുറച്ച് വിന്റേജ് പാട്ടുകളൊക്കെ കേട്ട് പരിപാടി തുടങ്ങി. നാളെ ഇന്റർവ്യൂ ഉള്ളതല്ലേ, കുറച്ച് ഡീസന്റ് ആകാം. നീ എന്റെ അമ്മായി ആവാനൊന്നും നോക്കണ്ട. ഒരു ഇന്റർവ്യൂ അത് പിന്നെ നാളെ വല്ലതും നോക്കാം. അല്ലെങ്കിൽ ആ മാല വിറ്റ് 2 മാസമൊക്കെ പിടിച്ചു നിൽക്കാം. ബാക്കി പിന്നെ നോക്കാം. ആഹാ, നല്ല മൂഡ്. കിഷോർ കുമാർ. ജീവിതത്തിൽ ഭാരിച്ച ജോലിയോ ഉത്തരവാദിത്തങ്ങളോ ശീലമില്ലാത്ത ആൻഡ്രിയ അനീത്തിയുടെ നിർബന്ധത്തിന് വഴങ്ങി രാവിലെ തന്നെ ഇന്റർവ്യൂവിന് ഒരുങ്ങിയിറങ്ങി. വെൽക്കം. ഭാഗ്യം, അകത്താരും കണ്ടില്ല. അല്ലെ ചമ്മിപ്പോയേനെ. ഇനിയിപ്പോ സ്റ്റൈലായിട്ട് നടന്ന് കയറിയേക്കാം. എക്സ്ക്യൂസ് മീ, എനിക്ക് 9 AM ഒരു ഇന്റർവ്യൂ ഉണ്ട്. Oh, yes, Andrea അല്ലേ? യെസ്. We were expecting you. Panelist ഒക്കെ റെഡിയാണ്. Okay. We'll be starting shortly. Okay, Please come with me. thanks. Welcome to our office. Hope you are doing well. Shall we start now? Yes, I'm ready. Andrea, tell us something about yourself. So, we are glad to inform you that you are shortlisted for the next round. You will be having a management round very shortly. Oh, thank you so much. റൗണ്ട് 1 ക്ലിയർ ആയിട്ടുണ്ട്. മാനേജ്മെന്റ് റൗണ്ടിലേക്ക് ഒന്ന് ഡയറക്റ്റ് ചെയ്യണം. ഓക്കെ, ആണോ? സീനിയർ മാനേജർ മാരാർ സാറാണ് ഇന്ന് ഇന്റർവ്യൂ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ സാറിന് ഇന്നൊരു എമർജൻസി ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് MD തരകൻ സാർ ഇന്റർവ്യൂ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. Sir, this is Andrea. She has cleared the first round and is ready for the next round. Oh, yes. Please come in. Let me introduce Kavita. She is our human resources manager. Hi, Andrea. Nice to meet you. You as well. How's your day so far? It's been going good. Okay. Andrea, why did you choose this company? Why should we hire you?
Andrea, your confidence and expertise is very convincing. We are happy to hire you. താങ്ക് യു സോ മച്ച്. എപ്പോഴാണ് ജോയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? We want you to join as soon as possible. വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ അല്ലേ? നോ സർ, പക്ഷെ ഞാൻ പറയാം. ആൻഡ്രിയുടെ വീട് എവിടെയാ? മാങ്കളമാണ് മാഡം. ഓ ദാറ്റ്സ് നൈസ്. സർ ഇതൊന്ന് സൈൻ ചെയ്ത് തന്നാൽ നമുക്ക് ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യാനുള്ള ഫോർമാലിറ്റി സ്റ്റാർട്ട് ചെയ്യാം. We need someone who is very smart, confident and intelligent like you, and who can work with the best office ethics. ഓക്കെ ആൻഡ്രിയ, ആൻഡ്രിയുടെ ഓഫർ ലെറ്റർ ഉടൻ തന്നെ മെയിൽ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അവർ ടീം വിൽ ബി ഇൻ ടച്ച് വിത്ത് യു. അത് ചേച്ചിക്ക് ചുമ്മാ തോന്നിയതായിരിക്കും. അത് വേറെ ആരുടെയും ഫോട്ടോ ആയിരിക്കും. ഇനിയിപ്പം ചേച്ചി അതൊന്നും ഓർത്ത് ചുമ്മാ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. എടി നിനക്ക് ഓർമ്മ കാണത്തില്ല, പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ആ ഫോട്ടോ നേരത്തെയും കണ്ടിട്ടുണ്ട്. അയാൾ ഷെൽഫ് അടച്ചു കളഞ്ഞു. ഇല്ലായിരുന്നെങ്കിൽ അത് ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടേനെ. നമ്മുടെ അമ്മയുടെ ഫോട്ടോ എങ്ങനെ അയാളുടെ കയ്യിൽ വരും? അയാളും നമ്മുടെ അമ്മയും തമ്മിൽ എന്താ ബന്ധം? ചേച്ചിക്ക് ചോദിച്ചുകൂടായിരുന്നോ? നമുക്കിനി ആരോടെങ്കിലും ചോദിച്ചാലോ? എടി അയാളെ കമ്പനിയുടെ MD യാ. നമുക്ക് അങ്ങനെ കയറി ഹെഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ ഞാൻ ആ ഫോട്ടോ ശരിക്കും കണ്ടുപോലുമില്ല. ഏതായാലും ഞാൻ അവിടെ ജോലിക്ക് കേറാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെങ്കിലും കണ്ടുപിടിക്കാം. അങ്ങനെ ആൻഡ്രിയ ജോലിയിൽ പ്രവേശിച്ചു. ഒരു ഉഴപ്പൻ ജീവിതമായിരുന്നെങ്കിലും ആള് വളരെ ഇന്റലിജന്റ് ആയിരുന്നു. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാർ പെർഫോമറായി പേരെടുത്തു. തന്റെ മാനേജറിന്റെയും സാക്ഷാൽ MD-യുടെയും ഗുഡ് ബുക്സിൽ കയറിപ്പറ്റി. എന്നാൽ തന്റെ മനസ്സിലുണ്ടായിരുന്ന ആ സംശയത്തിന്റെ ചുരുളഴിക്കുവാൻ അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ചേച്ചി, നമ്മുടെ തരകൻ സാറിന്റെ ഫാമിലിയൊക്കെ ചേച്ചിക്ക് വല്ലതും അറിയാമോ? തരകൻ സാറിന്റെ വീട്ടില് പുള്ളി അമ്മച്ചി മാത്രമേ ഉള്ളെന്നാ തോന്നുന്നേ. മാരിഡ് അല്ലല്ലേ? അല്ലല്ല, സാറ് മാരീഡ് അല്ല. എന്തു പറ്റി പുള്ളി ഒറ്റത്തടിയായി പോകാൻ? പുള്ളിയെ പറ്റി പല കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട്. പുള്ളി പഴയ റോമി ആയിരുന്നല്ലോ. ഓഹോ. അല്ല, നീ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? ഫോട്ടോയോ? പെൺകുട്ടിയുടെയോ? അത് കുടുംബത്തിൽ ആരെങ്കിലും ആയിരിക്കും. എന്ത് പ്രായം കാണും? അങ്ങനെയല്ല, സാറിന്റെ അമ്മച്ചിയുടെ പടവുമുണ്ട്, സാറിന്റെ പഴയ പടത്തിൽ ഒരു പെങ്കൊച്ചിന്റെ പടവുമുണ്ട്. അത് കണ്ടപ്പോ എനിക്ക് ചെറിയൊരു സംശയം. കണ്ടാലറിയാം അത് പഴയൊരു ഫോട്ടോ ആണെന്ന്. ഓ, അങ്ങനെയാണെങ്കിൽ കുറെ പേരുടെ ഫോട്ടോ കാണുമല്ലോ. ഫോട്ടോ ഓഫീസിൽ കൊണ്ട് വെക്കണമെങ്കിൽ അത് ക്ലോസ് ആയുള്ള ആരെങ്കിലും ആയിരിക്കും. ആ, എന്നാ പിന്നെ അത് പുള്ളിയുടെ പഴയ വുഡ് ബീഡി ആയിരിക്കും. അതെയോ? അങ്ങനെയും ഒരാളുണ്ടോ? ഉണ്ടല്ലോ, പണ്ടിങ്ങനെ ഒരു പെങ്കൊച്ച് തേച്ചിട്ട് പോയതാ. ഈ പുള്ളിയുടെ കല്യാണമൊക്കെ വേറെ ഉറപ്പിച്ചതായിരുന്നു. പിന്നെ ആ പെങ്കൊച്ച് പിന്മാറി. അവള് വേറെ കല്യാണം കഴിച്ചു. അന്ന് തൊട്ട് പുള്ളിയുടെ കിളി പോയിരിക്കുക. ഒരു ലെവല് തെറ്റി നടക്കായിരുന്നു. ഓഫീസിലൊന്നും വരാറില്ലായിരുന്നു. പിന്നെ വേറെ കെട്ടിയില്ല. അപ്പൊ ഒരു നിരാശ കാമുകനാണല്ലേ? ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? സത്യമാണ്. നമ്മുടെ ഡിവിഷൻ ഉണ്ടായിരുന്ന റിട്ടയർ ചെയ്ത സുഗൻ ചേട്ടനില്ലേ, ആ ഈ മംഗളത്തുകാരൻ, ആ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ചേട്ടന്റെ വീടിനകത്തൊരു പെങ്കൊച്ച. അവർ ഉറപ്പിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മാങ്കുളത്തുകാരിയോ? പിന്നെ ഈ പെങ്കൊച്ചിനെ കുറ്റം പറ്റ കാര്യമില്ല. ഇയാളുടെ ഏർപ്പാടല്ലേ. തലയും നിറ പറഞ്ഞപ്പോ ജീവനം കൊണ്ട് കൂടിയതായിരിക്കും. ഇയാൾ ഇത്രയ്ക്ക് അലമ്പാണോ? ഇയാൾ ഒത്തിരി ചാരിറ്റിക്കും ധർമ്മസ്ഥാപനത്തിലൊക്കെ ഒത്തിരി കാശ് കൊടുക്കുന്നതല്ലേ? അലമ്പൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ പ്രായമായില്ലേ. ഈ പുള്ളിക്ക് പുണ്യപ്രവർത്തനമൊക്കെ ഉണ്ടോ? ആൻഡ്രിയക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ഞാനിപ്പം ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിലല്ലേ ജോലി. ഇയാളിപ്പോ ഒത്തിരി കാശ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. കണ്ടാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോണസ് ചോദിക്കായിരുന്നു. കുറെ കാലമായില്ലേ കിട്ടിയിട്ട്. ആ, വേണേ നമുക്ക് ആ യൂണിയൻ നേതാക്കളെ ഒന്ന് കണ്ടാലോ? അത് ശരിയാ. സഹപ്രവർത്തകരുടെ ഓരോ പരാമർശങ്ങളും ആൻഡ്രിയുടെ നെഞ്ചിൽ തണയ്ക്കുന്ന ആണിയായിരുന്നു. ഓരോ കഥകളും കൂട്ടി വായിച്ച് അവളുടെ മനസ്സാകെ കലങ്ങി.
പതിവ് പോലെ മിക്ക രാത്രികളും മദ്യപാനത്തിൽ അവസാനിച്ചു. ഒരു തിങ്കളാഴ്ച ദിവസം MD ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് പോകുമെന്നറിയാമായിരുന്ന ആൻഡ്രിയ രാവിലെ തന്നെ ഓഫീസിലെത്തി MDയുടെ മുറിയിൽ കയറി എന്തു വന്നാലും ആ ഫോട്ടോ കാണുമെന്ന ദൃഢനിശ്ചയത്തോടെ ഓഫീസിലേക്ക് പോയി. ഗുഡ് മോർണിംഗ് ആൻഡ്രിയ. ആൻഡ്രിയ എന്താ രാവിലെ ഇവിടെ? സാറോ? ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സിന്റെ ഫയലാണ് മാരാർ സാർ ഇത് തരാൻ പറഞ്ഞത്. ആ തരൂ. ഇതിന്റെ സോഫ്റ്റ് കോപ്പി എനിക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടിയതാണല്ലോ. ആൻഡ്രിയക്ക് ആ കബോർഡിന്റെ ചാവി വേണോ? വേണ്ട സാർ, അത് ഇവിടെ ഇത് ഫയൽ താഴെ വീണപ്പോ ഞാൻ ഇത് എടുത്ത് വെക്കാൻ നോക്കുമായിരുന്നു. ഹലോ, ചെക്ക് ഷോർ ഏജൻസീസ് അല്ലേ? അലക്സ് ആണോ? ഈ തരകന. കമ്മിങ് സ്ട്രേറ്റ് ടു ദ പോയിന്റ്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കേസ് ഫയൽ അയക്കും. ഓക്കെ, നമ്മുടെ ഒരു സ്റ്റാഫാണ്. ഐ സ്മെൽ സംതിങ് ഫിഷി. നിങ്ങളുടെ ഏജൻസിയുടെ ഒരു റിപ്പോർട്ട് വേണം. കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് വിത്ത് ലൈഫ് ഡേറ്റ് ഡീറ്റെയിൽസ്. ഗുഡ് മോർണിംഗ് സർ. ചെക്ക് ഷൂർ എന്നൊരു കോൺഫിഡൻഷ്യൽ ഫയൽ സാറിൻ്റെ ടേബിളിൽ ഇരിപ്പുണ്ട്. ഓക്കെ, ആ താങ്ക് യു, ഞാനതെടുത്തോളാം. ഓക്കെ. ഒരു ബിസിനസ് ഫ്രോഡ്, സ്മിയർ ക്യാമ്പയിൻ അല്ലെങ്കിൽ യൂണിയൻ പ്രശ്നം, ഇതൊക്കെ ഭയന്നിരുന്ന MD ആകാംക്ഷയോടെ റിപ്പോർട്ട് വായിക്കാൻ തുടങ്ങി. എടോ, ഞാൻ വീട്ടിലോട്ടൊന്ന് പോവാ. എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം. ഈ ആഴ്ച ഞാൻ കമ്പനി ക്വാർട്ടേഴ്സിൽ കാണത്തില്ല. അപ്പം താൻ എനിക്ക് 2 കാര്യങ്ങൾ ചെയ്തു തരണം. 1, ക്യാൻസൽ ഓൾ മൈ മീറ്റിംഗ്സ് ദിസ് വീക്ക്. 2, നെക്സ്റ്റ് വീക്ക് നമ്മുടെ ഫാമിലി ഇവന്റ് കഴിയുമ്പോൾ താൻ എനിക്കൊരു പേഴ്സണൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം കേട്ടോ. ഞാൻ പറയുന്ന ആൾക്കാരെ വിളിക്കണം. എൻ്റെ അമ്മയും കൂടെ കാണും. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച കാണാം. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ ഫംഗ്ഷനൊക്കെ നല്ലതായിരുന്നല്ലോ അല്ലേ? ഇരിക്കടോ. താങ്ക് യു സോ മച്ച് ഫോർ സ്റ്റേയിങ് ബാക്ക് ഫോർ ദിസ് മീറ്റിംഗ്. നിങ്ങൾക്ക് കുറെ കാര്യങ്ങളെപ്പറ്റി ക്യൂരിയോസിറ്റി ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അങ്ങോട്ട് കുറെ കാര്യങ്ങൾ പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്. പണ്ടത്തെ കഥയാണ്. ഇൻ മൈ യൂത്ത്ഫുൾ ഡേയ്സ് വെൻ ഐ അസ്യൂം ചാർജ് ഓഫ് ദിസ് ബിസിനസ്, ഒരു കല്യാണമോ കഴിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. ജീവിതത്തിൽ കുറെ പെൺകുട്ടികളുമായി അടുപ്പമുണ്ടായിരുന്നു. എങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായ ഒരാളുണ്ടായിരുന്നു. അയ്യോ, ഇയാളിത് പറഞ്ഞു നാറ്റിക്കുമല്ലോ. എന്റെ എല്ലാ ഷോർട്ട് കമ്മിങ്സ് ആൻഡ് എക്സസസ് നന്നായി മനസ്സിലാക്കിയ അവൾ ഞങ്ങൾ ഒരുമിച്ച് നല്ലൊരു ജീവിതം നയിക്കാമെന്ന് തീരുമാനിച്ചു. ഞങ്ങളുടെ എൻഗേജ്മെന്റ് വരെയും കഴിഞ്ഞിരുന്നു. ആ കാലത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളെന്ന് കരുതി ഇഗ്നോർ ചെയ്തിരുന്ന കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്. ബട്ട് വെരി സൂൺ ഐ സ്റ്റാർട്ടഡ് ഷോയിങ് സീരിയസ് ഇൽനെസ്. ഇൻവെസ്റ്റിഗേഷൻസ് റിവീൽ I had moved into a chronic cardiac condition. ഹാർട്ട് വാൾവ് മസിൽസ് ഡിറ്റീരിയേറ്റ് ചെയ്യുന്ന ഒരു ദീനം. എല്ലായിടത്തും അന്വേഷിച്ചു, ബട്ട് ട്രീറ്റ്മെന്റ് ഒന്നുമില്ലാത്തൊരു രോഗമായിരുന്നു. ഇതൊന്ന് നോക്കിക്കോളൂ. ഒരു ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ അതിന് പരിഹാരമായിരുന്നു. നമ്മുടെ നാടല്ലേ, അതും ആ കാലത്ത് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് കെട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സമയം. ഓർഗൻ ഡൊണേഷൻ അവയർനെസ് ഒന്നുമില്ല. നിസ്സഹായ അവസ്ഥ. ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ മരിച്ച് നമുക്ക് ജീവൻ നൽകണം. നാണം കെട്ടിട്ടാണെങ്കിലും അങ്ങനെയും ഞങ്ങൾ ആഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. കാത്തിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കല്യാണ ദിവസം അടുത്തു വരുന്നുണ്ടെങ്കിലും വേണ്ട എന്ന് തീരുമാനിക്കേണ്ടി വന്നു. എന്നാലും എൻ്റെ അടുത്ത് എനിക്ക് എല്ലാവിധ സപ്പോർട്ടുമായി അവൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പതിയെ പതിയെ എൻ്റെ അവസ്ഥ ഏറ്റവും മോശമായി. ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ പറ്റില്ല എന്ന അവസ്ഥയായി. ശ്വാസം വലിക്കാൻ പോലും കഷ്ടപ്പാട്. അങ്ങനെ ഫുൾ ടൈം ഹോസ്പിറ്റൽ ലൈഫ് സപ്പോർട്ടിൽ വേണ്ട ഒരു സ്ഥിതി. മരണക്കിടക്കയിലായി മാറി എന്ന് ഞാൻ മനസ്സിലാക്കി. സപ്പോർട്ട് സിസ്റ്റം എത്ര നാൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് മാത്രമേ ഒരു ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ.
വേദനയും മനസ്സ് മടുപ്പിക്കുന്നതുമായ ദിവസങ്ങൾ. I was done. Mentally, I was prepared to say goodbye to this world. And my family, they were coming to terms with reality. യാദൃച്ഛികമായി അന്നൊരു രാത്രിയിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഫാമിലിക്ക് ഒരു വേഗ് ടെലിഫോണിക് മെസ്സേജ്. ഒരു ക്രിസ്മസ് ഈവ് ആയിരുന്നു. അവിടുത്തെ സൂപ്രണ്ടൻഡന്റ് ആയിരുന്നു. ചോദിക്കാനും പറയാനും അവകാശികൾ അധികമാരുമില്ലാത്ത ഒരു രജിസ്റ്റേർഡ് ഡോണർ. എനിക്ക് മാച്ചിങ് ആയ ഒരു ഹാർട്ട് കിട്ടാനുള്ള പോസിബിലിറ്റിയെ പറ്റി സൂചിപ്പിച്ചു. ഡിസിഷൻ ഫേവറബിൾ ആയി കിട്ടിയാൽ ഇമ്മീഡിയറ്റ്ലി പ്രൊസീജിയർ ചെയ്യണം. പെർഫ്യൂഷൻ ചെയ്ത് ഹാർട്ട് പ്രിസർവ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല എന്നും പറഞ്ഞു. 8 മൈലിനടുത്ത് ഒരു മിസ്ഹാപ്പ്. അതിലൊരു വിക്ടം. ദ പാർട്ടി വാസ് അപ്രോച്ചിങ് എ ബ്രെയിൻ ഡെഡ് സ്റ്റേറ്റ്. വി കുഡ് നോട്ട് ലെറ്റ് ഗോ ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി അറ്റ് എനി കോസ്റ്റ്. അവസാന കച്ചിത്തുരുമ്പായിരുന്നു. ആ ഡിസിഷൻ ഫേവറബിൾ ആക്കാൻ എൻ്റെ ഫാമിലി മാക്സിമം ട്രൈ ചെയ്തു. They greased all hands. They exerted maximum influence on the concerned authorities. In fact, a ruthless nature of influence. ഞങ്ങളുടെ പ്രഷറിൽ വിക്ടിമിന് ഒരു ഫെയർ റിക്കവറി ടൈം കിട്ടിയിരുന്നോ അതോ ഹൃദയം കവർന്നെടുക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അത് ദൈവം തമ്പുരാന് മാത്രമേ അറിയൂ. തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്നാലും അതറിയാൻ ശ്രമിക്കാനുള്ള മനോധൈര്യം ഞങ്ങൾക്കുണ്ടായില്ല. നമ്മുടെ ഓഫീസിൽ നിന്നും കുറച്ച് കിഴക്കോട്ട് പോയാലാണല്ലോ ഹൈറേഞ്ച് റോഡ്. ഹൈറേഞ്ച് റോഡിൽ 8 മൈൽ അവിടെ ട്രൈബൽ കോളനിയിൽ ഒരു കുട്ടിക്ക് മെഡിക്കൽ എമർജൻസി ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പോയതാണ് പാർട്ടി. കുത്തനെയുള്ള ഇറക്കവും വളവും. റോഡ് കണ്ടീഷൻ വളരെ മോശമായിരുന്നു. 2 വീലറിന്റെ കൺട്രോൾ പോയി. സൈഡിലേക്ക് വണ്ടി മാറി. പാറപ്പുറത്ത് ഇടിച്ചു വീണു. ഹെൽമെറ്റ് ധരിച്ചിട്ടും ദ ഇമ്പാക്ട് വാസ് സെവിയർ. രാത്രി കുറെ വൈകിയതിനാൽ പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. വഴിപോക്കര് കണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും ഒരു ബ്രെയിൻ ഡെഡ് സ്റ്റേറ്റിൽ ആള് എത്തി ലക്ഷണമായിരുന്നു. ഇന്ന് 21 വർഷം മുമ്പായിരുന്നു. ഒരു ക്രിസ്മസ് 8 മൈൽ ആക്സിഡന്റിൽ വന്ന് മരിച്ചത് ഒരു യുവതിയായിരുന്നു. പേര് മാർഗരറ്റ് ആൽബ ഫെർണാണ്ടസ്. അതെ, ഈ 2 കുഞ്ഞുങ്ങളുടെയും അമ്മയായിരുന്നു മാർഗരറ്റ്. ആ ഹൃദയമാണ് ഇവിടെ തുടിക്കുന്നത്. ഡോക്ടേഴ്സ് ആ പ്രൊസീജിയേഴ്സ് നന്നായി ചെയ്തു. എന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് സെക്കൻഡറി ഇൻഫെക്ഷൻസും മറ്റു കോംപ്ലിക്കേഷൻസും ഉണ്ടായിക്കൊണ്ടിരുന്നതിനാൽ ഞാൻ കുറേ മാസങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ വിട്ടു. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ആദ്യം അന്വേഷിച്ചത് മാർഗരറ്റിനെ കുറിച്ചായിരുന്നു. ഫാദറിന്റെ അകന്ന ബന്ധുക്കൾ ആരോ നിങ്ങളെ ഏറ്റെടുത്തു. അവരോടൊപ്പം നോർത്ത് ഇന്ത്യയിലേക്ക് എവിടെയോ നിങ്ങൾ കുട്ടികൾ മാറിപ്പോയെന്നറിഞ്ഞു. നിങ്ങളെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസിലുള്ള എൻ്റെ ഇൻഫ്ലുവൻസ് വെച്ച് ആക്സിഡന്റ് വിക്ടിമിന്റെ ഡീറ്റെയിൽസും ആക്സിഡന്റ് ടൈമിലുള്ള പേഴ്സണൽ ബിലോങ്ങിങ്സും എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റി. സം വർക്ക് ജേർണൽസ്, ഫയൽസ് ആൻഡ് പേഴ്സണൽ ഡയറി. ഓഹ്, ഇറ്റ് വാസ് സോ റിവീലിംഗ്. ഷീ വാസ് ലൈക്ക് എൻ ഏഞ്ചൽ. എനിക്കൊരു 2ാം ജന്മം ദൈവം എന്തിനു നൽകി എന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളായി. That was a turning point in my life. ഞാൻ അന്വേഷിച്ചു. ചെറുപ്പകാലത്ത് മിഷണറി പേരൻസിനോടൊപ്പം ഈ നാട്ടിൽ വന്നതായിരുന്നു മാർഗരറ്റ്. അവർ 2 പേരും മരിച്ചു. ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച തന്റെ ഭർത്താവും രാഷ്ട്രീയ കൊലയിൽ അകാലമായി പോയി. മാർഗരറ്റും 2 കുട്ടികളും ഒറ്റപ്പെട്ടു. ഒരു സ്കൂൾ ജോലിക്കൊപ്പം ഒരു സോഷ്യൽ വർക്കർ ആൻഡ് എ മിഷണറി കൂടിയായിരുന്നു അവൾ. ഓർഫനേജസും ഡിസേബിൾഡ് ചിൽഡ്രൻ, ട്രൈബൽ കിഡ്സ് ആൻഡ് മെഡിക്കൽ ഔട്ട്റീച്ചസ്, ഇങ്ങനെ നിരാരംഭരായ കുട്ടികൾക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചിരുന്ന ഒരു മാലാഖ. പാവപ്പെട്ട ചുറ്റുപാടായിരുന്നിട്ടും തൻ്റെ പേരൻസിൻ്റെ ലെഗസി തുടർന്നുകൊണ്ടേയിരുന്നു. എൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിലേക്കുള്ള വെളിച്ചമായിരുന്നു അത്. പഴയ ജീവിത രീതിയിൽ എല്ലാം ഞാൻ ഉപേക്ഷിച്ചു. I decided to progress Margaret's great mission. I tracked down every of her associations and decided to support them with all my resources and needs. എൻ്റെ നിയോഗമായിരുന്നു അത്.
ഡോക്ടേഴ്സ് എനിക്ക് നൽകിയത് 10 to 12 ഇയേഴ്സ് ഓഫ് ലൈഫ് എക്സ്പെക്ടൻസിയാണ്. എന്നാൽ ഇരുന്ന് 21 വർഷമായി. ഐ എം അലൈവ്, ഐ എം ഹെൽത്തി. അത് എന്തുകൊണ്ട് എന്ന് എനിക്ക് ദൈവം മനസ്സിലാക്കി തന്ന ദിവസങ്ങളായിരുന്നു നിങ്ങളെപ്പറ്റി അറിഞ്ഞ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ. നിങ്ങൾ പിള്ളേരുടെ കുത്തഴിഞ്ഞ ജീവിതം എങ്ങനെയൊക്കെയാണെന്ന് എനിക്കിപ്പോൾ നന്നായി അറിയാം. ഒരു സെക്കൻഡ് ഇന്നിങ്സിന്റെ എക്സ്ട്രാ ടൈമിൽ നിന്നുകൊണ്ട് എനിക്ക് നിങ്ങൾ പിള്ളേരോട് ഒരപ്പനായും അമ്മയായും പറയാനുള്ളത് ഇതാണ്. എൻ്റെ ഈ 2 കണ്ണുകളും തുറന്നായാലും അടച്ചായാലും ഈ ഹൃദയം കൊണ്ട് എനിക്ക് കാണാം. മുൻപോട്ടുള്ള നിങ്ങളുടെ ജീവിതം ശോഭയുള്ളതായിരിക്കും. ഇൻ ദ ലെഗസി ആൻഡ് ഫുഡ് സ്റ്റെപ്സ് ഓഫ് യുവർ മദർ. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് എൻ്റെ നിയോഗം. ടുഡേ ഈസ് ദ ടേണിംഗ് പോയിന്റ് ഓഫ് യുവർ ലൈഫ്. ഇത് നിങ്ങൾ അനുസരിച്ചേ പറ്റൂ. നോട്ട് ബോട്ടിൽസ് ആൻഡ് ക്യാൻസ്, ബട്ട് ദ വേർഡ് ആൻഡ് മിഷൻ വിൽ ബി ദ ലൈറ്റ് ഓഫ് യുവർ ലൈഫ് ഫ്രം നൗ ഓൺ. പഠിത്തം കഴിയുമ്പോൾ ആഞ്ചലീന ഇവിടെ ജോയിൻ ചെയ്യണം. It's time for me to pass on the baton, and you both will carry it forward from me.